നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഏകദേശം എടുത്തെടുത്ത് വെച്ചേക്കുവാണ്. ഇപ്പോൾ ഇതിനകത്ത് ബ്യൂട്ടൈൻ ഗ്യാസിൻ്റെ സിലിണ്ടറുണ്ട്, ബ്യൂട്ടൈൻ ഗ്യാസിൻ്റെ അടുപ്പുണ്ട്, വെള്ളത്തിൻ്റെ 12 ലിറ്റർ വെള്ളം കൊള്ളുന്ന ജാറുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ബ്യൂട്ടൈനിൻ്റെ അടുപ്പ് വെക്കാനുള്ള പാത്രങ്ങളുണ്ട്, പിന്നെ ഒരു കാർ ഇൻവേർട്ടറുണ്ട്, പിന്നെ ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട്, പിന്നെ ബ്യൂട്ടൈൻ അടുപ്പ്, പിന്നെ വിൻഷീൽഡ് ക്ലീനർ, ഒരു വിൻഷീൽഡ് വാഷറിനകത്ത് ഒഴിക്കുന്ന ലിക്വിഡ്, കിച്ചൺ ടവൽ ഇതിൻ്റെ, പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ബാത്ത് ടവൽ, നമ്മൾ വലിയ ഇതായിട്ട് ബാത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന പോലത്തെ തുടച്ചെടുക്കാവുന്ന പോലത്തെ ടവൽ, പിന്നെ 2 കസേര ഇതിനകത്ത് ഒരെണ്ണം വണ്ടിക്കകത്തുണ്ട്, പിന്നെ ഒരു ഹാമക്കുണ്ട്, പിന്നെ കുറച്ച് കയറെടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് ഓർത്ത്. പിന്നെ ഒരു ഫ്രൈയിങ് പാൻ ഉണ്ട്, ഫ്രൈയിങ് പാൻ അല്ല എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്യാം. പിന്നെ മറ്റേ ചായയുടെ ഡിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു പാക്കറ്റ് ബ്രൂവ്, പിന്നെ അടുക്കളയിൽ കുറച്ച് ബിസ്ക്കറ്റ്, പാൽപ്പൊടി, നൂഡിൽസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട്, പിന്നെ അതുപോലെ നമ്മുടെ ക്യാമറ മൗണ്ടുകൾ, ചാർജേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്ത് സെറ്റാക്കുന്നില്ല, മറന്നുപോയാൽ പിന്നെ അതും പണിയാവുമല്ലോ. നമ്മൾ സ്റ്റിക്കർ ചെയ്യുന്നതിന് മുമ്പേ വണ്ടി കഴുകാണ്ട് പൊൻകുന്നത്തുള്ള നരുതൂക്കിൽ ഓട്ടോ സ്പായിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടുന്ന് വണ്ടി കഴുകിയിട്ട് വേണം നമുക്ക് പൊൻകുന്നത്തുള്ള സ്റ്റിക്കർ ഹൗസിൽ തന്നെ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം. നമ്മളങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി പൊൻകുന്നത്തുള്ള സ്റ്റിക്കർ ഹൗസ്, അതായത് പാലാ റൂട്ടിൽ കയറുമ്പം തന്നെ ഉള്ള സ്റ്റിക്കർ ഹൗസിലാണ് വന്നേക്കുന്നത്. അപ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം.